ലുക്കീമിയയിൽ ചിലതിന്, ലുക്കീമിയ പലതുണ്ട്, AML M1, AML M2, CML ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ അതൊക്കെ മോഡേൺ ഡയഗ്നോസിസാണ്. അതിനെ എങ്ങനെ ആയുർവേദത്തിൽ കാണാം? ഒന്ന്, ആദ്യം ആ പേപ്പറുകൾ നോക്കാതിരിക്കുക, കഴിയുമെങ്കിൽ ഒരിക്കലും നോക്കാതിരിക്കുക. അതിന് നിങ്ങൾക്ക് പറ്റില്ല. കാരണം നിങ്ങൾ അനാട്ടമി പഠിച്ചിട്ടുണ്ട്. ആയുർവേദത്തിൽ അനാട്ടമി നന്നേ കുറവാണ്. അതുകൊണ്ടാണ് ആയുർവേദം കൂടുതൽ വിജയിച്ചത്. നിങ്ങൾ ആത്മാഭിമാനം പുലർത്തുന്നത് അനാട്ടമിയുടെ പഠനത്തിലാണ്. അനാട്ടമി എന്ന് പറയുമ്പോൾ ശരീര വ്യവച്ഛേദ ശാസ്ത്രമാണ്. ജീവനുള്ള ശരീരത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അതിൽ കാണുന്ന പോലല്ല പലതും. കാരണം ഏറ്റവും പ്രധാനമായ പ്രാണനും അപാനനും വ്യാനനും ഉദാനനും സമാനനും ഒന്നും അനാട്ടമിയിൽ വഴങ്ങില്ല. കാരണം അതില്ല. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദം അതിന്റെ വളർച്ചയ്ക്ക് മുൻതൂക്കം നൽകിയപ്പോൾ ഫിസിയോളജിക്കാണ് പ്രാധാന്യം നൽകിയത്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അനാട്ടമിയേക്കാളൊക്കെ വളരെ കൂടുതൽ ഫിസിയോളജിയാണ്, ശരീര ജീവശാസ്ത്രം. ഇത് നിങ്ങളുടെ തലച്ചോറിൽ എപ്പോഴും ഉണ്ടാവണം. ചികിത്സയ്ക്ക് ഇറങ്ങുമ്പോൾ ശരീര ജീവശാസ്ത്രത്തെ ആസ്പദമാക്കി പ്രാണന്റെ നിലകളെ കുറിച്ച്, that is the force of life. Prana is considered as the force of life. And in Ayurvedic texts, it is divided into 10 or 5. In certain texts, it is 10. In certain other texts, it is 5. And Ayurveda considers Vata as the force leading to death. യന്ത്രതന്ത്രധരനായിരിക്കുന്ന വാദമാണ് മൃത്യുവിനെ ആനയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വാദത്തിന് സർവാംഗീണമായ പ്രാധാന്യമുണ്ടെന്നും തലയിലോർമ്മ വേണം. പ്രത്യേകിച്ചും അർബുദ ചികിത്സയിൽ ഓരോ കോശത്തിലും പ്രാണന്റെ പ്രാധാന്യം അറിഞ്ഞാൽ മാത്രമേ ആ കോശത്തെ തള്ളിക്കളയുവാനോ ആ കോശത്തെ നിലനിർത്തുവാനോ എളുപ്പം കിട്ടുള്ളൂ. ഇവിടെയാണ് പഠനം ആവശ്യം വരുന്നത്. അതുകൊണ്ട് പഠിച്ച അനാട്ടമി ഒന്ന് മറന്ന് കിട്ടുന്ന ഒബ്സർവേഷൻസിൽ കാർഡിനൽ സിംറ്റംസ് മാറ്റിവെച്ച് നിങ്ങളുടെ പരാതികളിലൊന്ന് കാർഡിനൽ സിംറ്റംസ് ആയുർവേദത്തിന് അന്യമാകുന്നു എന്നുള്ളതാണ്. Am I right? There are 3 types of symptoms. One is objective symptoms, subjective symptoms, and cardinal symptoms. You cannot believe in subjective symptoms which are put forward by the patient himself to you. Because nowadays, patient is not truthful to his disease. ഒരു രോഗിയും തന്നോട് നീതി പുലർത്തുന്നവനല്ല. ജീവിക്കാൻ ആഗ്രഹം നല്ല പോലെ ഉണ്ടെങ്കിലാണ് കുറച്ചെങ്കിലും സത്യം പുലർത്തുന്നത്. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 2 ഡോക്ടർമാർ 2 മുറിയിലിരുന്ന് ആദ്യം ഒരു ഡോക്ടർ രോഗിയോട് ചോദിച്ച് ടേപ്പ് ചെയ്യുകയും ആ രോഗിയെ തന്നെ രണ്ടാമത്തെ ഡോക്ടറെ എടുക്ക വിട്ട്
അയാളുടെ ലക്ഷണങ്ങളൊക്കെ അയാൾ അറിയുന്നത് പറയുകയും ചെയ്താൽ 2 ടൈപ്പിലും അയാൾ പറഞ്ഞ കാര്യങ്ങൾ പരസ്പര വിരുദ്ധവും. ഇവിടെ നമുക്കത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർക്ക് നേടാൻ കഴിയുന്ന ഒബ്ജക്റ്റീവ് സിംറ്റംസ് മാത്രമാണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത് മെയിനായി. കാർഡിനൽ സിംറ്റംസിന് മറ്റു ചില അപകടങ്ങളും കൂടിയുണ്ട്. ഒന്ന്, ഇന്ത്യൻ സ്റ്റാൻഡേർഡിലല്ല പലപ്പോഴും സ്കാനിങ്ങിന്റെ സോഫ്റ്റ്വെയറും മറ്റും. അതിന്റെ ഏകകങ്ങൾ പലപ്പോഴും മറ്റു രാജ്യങ്ങളിലെയാണ്. നമ്പർ 2, ഇതിനുപയോഗിക്കുന്ന റേസ് അതിസൂക്ഷ്മമാണ്, പ്രകാശ പ്രവേഗത്തെക്കാൾ വ്യത്യസ്തമായതാണ്. ഒബ്സർവറെ തെറ്റിക്കുന്ന സ്വഭാവം അവയ്ക്കുള്ളതാണ്. വെക്ടർ കാൽക്കുലസും ഒക്കെ വെച്ച് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും, when you are observing a photon, when you are observing the speed of the photon, it will change its direction. When you are observing the direction of the photon, it will change its speed by itself. Such rays are using for it. If they are using the magnetic resonance image or the X-rays, hard X-rays or soft X-rays, or the positron emission technique, that is the most subtle. അതുകൊണ്ട് ഇതൊന്നും കയ്യിൽ കിട്ടിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. പൂർവാചാര്യന്മാർ പറഞ്ഞ നിദാനം നല്ലപോലെ പഠിച്ചിട്ട് ഒബ്സർവ് ചെയ്താൽ ചിലതരം ലുക്കീമിയകളിൽ ചെവിയുടെ താഴെ ചെറിയ മുഴകളൊക്കെ കാണും, കഴുത്തിന്റെ സൈഡിലൊക്കെ കാണും. ഒന്ന് പിടിച്ചു നോക്കിയാൽ മനസ്സിലാവും. നഖത്തിന് ചില പ്രത്യേകതകളൊക്കെ കാണും. മലമൂത്രം ഇവയ്ക്ക് ചില പ്രത്യേകതകളൊക്കെ കാണും. നഖവും മലമാണല്ലോ. അത് നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്യുമ്പോൾ ആയുർവേദത്തിലെ അപചിയുടെ ലക്ഷണങ്ങൾ കാണും. കണ്ണടച്ച് മരുന്ന് കൊടുത്താൽ 100% റിസൾട്ട് കിട്ടും. ചിലതിന് പ്ലീഹോദരത്തിന്റെ ലക്ഷണങ്ങൾ. ഇതിങ്ങനെ എവിടെയാണ് എന്ന് നോക്കണം. ചില രോഗിയെ നോക്കിക്കഴിഞ്ഞാൽ പ്രമേഹ നിദാനം ഓർമ്മ വരും. പ്രകടമായി മൂത്രമാധുര്യമൊന്നും കാണില്ല. അപൂർവം ചിലരിൽ വസാമേഹത്തിന്റെ ഭാവങ്ങൾ കണ്ടുവന്നു വരും. അത്യപൂർവം. ഇവരെയൊക്കെ ഞാൻ പറഞ്ഞ നാടൻ വൈദ്യന്മാര് പലരും ചികിത്സിച്ച് ഭേദാക്കുന്നുണ്ട്. അത് നേരത്തെ കൊടുത്ത മരുന്ന് ഒരെണ്ണം കൊടുത്തു, അതുകൊണ്ട് മാറിയില്ലെങ്കിൽ അടുത്തത് കൊടുത്തു. അങ്ങനെയാണ്. നിങ്ങൾ പോയിരുന്നാൽ, പഠിച്ചിട്ട് പോയിരുന്നാൽ നിങ്ങൾക്ക് ഇതിന് തിയറി ഉണ്ടാക്കാം. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ചികിത്സാസ്ഥാനത്തിലാണോ ഇതിന് കാരണമായ അറിവ് കിടക്കുന്നത്, നിദാനത്തിലാണോ, കൽപ്പസ്ഥാനത്തിലാണോ, വിമാനസ്ഥാനത്തിലാണോ എന്നൊക്കെ അറിയാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇതിലെല്ലാത്തിലും പൊതുവായി
ആഗന്തുജ സ്വഭാവങ്ങൾ പ്രത്യേകം കാണും. ക്യാൻസറിലെല്ലാം, ക്യാൻസർ ഏതായിരുന്നാലും you can see certain microbes, certain viruses, etc. and etc. Particularly virus in general. So the root cause of that development is because of the amino acids of those viruses. If you are giving medicines to them, that will change its nature and become violent. How you can root out? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയുർവേദ വിജ്ഞന്മാരായ പൂർവാചാര്യന്മാർ ഈ കൃമികളെ പുറത്താക്കിയിട്ട് മാത്രമേ ചികിത്സ ആരംഭിക്കാവൂ എന്ന് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. കൃമിജങ്ങളായ രോഗങ്ങൾക്ക് ഏറ്റവും അധികം ഔഷധങ്ങൾ ഉള്ളത് ആയുർവേദത്തിലാണ്. വൈറസിന് ഇന്നുവരെ ഒരു ഔഷധം മോഡേൺ മെഡിസിനിൽ ഇല്ലെന്നാണ് എന്റെ തോന്നൽ. നിങ്ങൾ അന്വേഷിച്ചിട്ട് തീരുമാനിച്ച് ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ അറിയുന്നിടത്തോളം 50 രാജ്യങ്ങളാണ് വൈറസ് ഗവേഷണ രംഗത്തുണ്ടായിരുന്നത്. ഇന്ന് 5 എണ്ണമേ ഉള്ളൂ. 45 എണ്ണവും പിൻവാങ്ങിക്കഴിഞ്ഞു. ഒരു സോഷ്യലിസ്റ്റ് രാജ്യം പോലും വൈറസ് ഗവേഷണ രംഗത്ത് പങ്കെടുത്തിട്ടില്ലെന്നാണ് എന്റെ ധാരണ. അത്രയേറെ പണച്ചെലവുള്ളതുകൊണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ന് വൈറസുകൾ വേഷം മാറി ബിഗ് ബഗിലെത്തി നിൽക്കുകയാണ്. ഒരു വ്രണം പോലും ഉണക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കട്ട് ചെയ്യാനേ പറ്റും. മറിച്ച് നിങ്ങൾക്ക് ക്ലാസിക്കൽ ആയുർവേദവുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ പ്രാചീനങ്ങളായ എല്ലാ ഔഷധങ്ങളും, വ്രണരോപണത്തിനുള്ള എല്ലാ ഔഷധങ്ങളും, കൃമിനാശകരങ്ങളായ എല്ലാ ഔഷധങ്ങളും ഇന്നും ഫലപ്രദമാണ്. ഒട്ടേറെ ഔഷധങ്ങൾ ആ രംഗത്തുണ്ട്. അതിൽ ഏറ്റവും ഫലപ്രദമായ ഒന്ന് അപമാർഗയാണ്. കടലാടിയും ചെറുകടലാടിയും ഉത്തമമാണ്. അതിന്റെ പുകയും ഉത്തമമാണ്. പുകയ്ക്കാണ് ശക്തി കൂടുതൽ. വൈറൽ ക്യാൻസറുകൾ എന്ന് പറഞ്ഞ് വലിയൊരു ശാഖയുണ്ട്. HPV, HBV, HCV ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. അതിൽ HCVയും HBVയും ലിവറിനെ ബാധിക്കുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് B and C, ഹ്യൂമൻ ചൈൽഡ് വൈറസ് ആൻഡ് ഹ്യൂമൻ ബർ വൈറസ്. മറ്റൊന്നാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. തിരുവനന്തപുരം RCC, കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ നാനാജാതി മതസ്ഥരായ സ്ത്രീകളെ സാമ്പിളാക്കിക്കൊണ്ട് നടത്തിയ ഗവേഷണത്തിൽ 100% സെർവിക്സ് സ്മിയറും അവരുടെ സാമ്പിളിൽ മലിനമാണ്. വിവരാവകാശം വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. കിട്ടിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. പേപ്പർ ഞാൻ കാണിക്കാം. ആ റിസർച്ച് പേപ്പർ ഞാൻ കാണിക്കാം. അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ്. പുറത്തു വിട്ടിട്ടില്ല. നിങ്ങൾ ഡോക്ടർമാരായതുകൊണ്ടാണ് ഞാനും പറഞ്ഞത്. അല്ലെങ്കിൽ പറയരുത്. സ്ത്രീകളിൽ പൗരാണിക കാലത്ത് ഏത് ബിഷഗ്വരൻ ചികിത്സിക്കുമ്പോഴും ചോദിക്കുന്ന മൗലിക ചോദ്യങ്ങൾ ഇന്നൊരു ഡോക്ടറും ചോദിക്കില്ല.
പുരുഷന്മാരോടും ചോദിക്കില്ല. പഴയ കാലത്തെ പ്രായം ചെന്ന ഏത് ബിഷഗ്വരനും ആദ്യം വേഗങ്ങളെ കുറിച്ചാണ് ചോദിക്കുക. ഇന്നതെന്തോ ഒരു അറപ്പോ വെറുപ്പോ ഒക്കെ ഉണ്ടാക്കുന്നതായി തീർന്നിട്ടുണ്ട്. ചോദ്യകർത്താവിന് മാത്രമല്ല, കേൾക്കുന്നവർക്ക് ദേഷ്യം വരുന്നുണ്ട്. മലം, മൂത്രം, വിയർപ്പ് ഇവയെക്കുറിച്ചൊക്കെ പഴയ ആളുകൾ ചോദിക്കും. ചില ബിഷഗ്വരന്മാർ അല്പം കൂടെ കടന്നു ചോദിക്കും, മലം വെള്ളത്തിൽ ഉയർന്നു കിടക്കുക. അതൊന്നും ഇഷ്ടപ്പെടില്ല. ആർത്തവത്തെക്കുറിച്ച് ചോദിക്കുന്നത് തീർത്തും ഇഷ്ടപ്പെടാനിടയില്ല. അത് അല്പം കൂടെ മാറ്റി ലുക്കോറിയ ഉണ്ടോ എന്ന് ഞാനിത് മലയാളത്തിൽ ചോദിച്ചാൽ നിങ്ങൾ തന്നെ വിഷമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചോദിക്കില്ല. ലുക്കോറിയയിൽ അത് കളർലെസ് ആണോ, വൈറ്റ് ആണോ, യെല്ലോ ആണോ, റെഡ് ആണോ എന്നൊക്കെ എടുത്തു ചോദിക്കാൻ തുടങ്ങിയാൽ ഏതൊരാളും ആദ്യം പറയുക ഒന്നുമില്ലെന്നാണ് പറയുക. മരുന്നൊക്കെ മേടിച്ചുകൊണ്ടുപോയി കഴിച്ച് 2 ദിവസം കഴിയുമ്പോൾ മിടുക്കനായ വൈദ്യനാണെങ്കിൽ ആകെ രൂപമൊക്കെ കാണുമ്പോഴും ആളിനെ കാണുമ്പോഴും ചില ഗന്ധങ്ങളിൽ നിന്നുമൊക്കെ അസ്യൂം ചെയ്ത് മരുന്ന് കൊടുത്തു എന്ന് വരും. മറ്റു ചിലരായിട്ട് ഇത്രയും അഹങ്കാരമുള്ളതിന് മരുന്ന് ഇത് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച് വേറെ മരുന്ന് കൊടുത്തുവിടും. പറഞ്ഞതിനൊക്കെ ഉള്ളു. ആകെ കുഴപ്പമോ. പലപ്പോഴും സ്മിയർ മലിഗ്നന്റ് ആയിരിക്കും. ഇത് മലിഗ്നന്റ് ആണ് എന്നുള്ള വസ്തുത സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സോടുകൂടി കിട്ടിക്കഴിയുമ്പോഴേ മൈൻഡ് തകർന്നു പോകും. അതാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ അനുഭവത്തിൽ നിന്ന് പറയാവുന്ന ഒരു കാര്യം, പഴയ ആളുകൾ ഗർഭകാല ശുശ്രൂഷയും ഗർഭകാല ശുചിത്വവും ഗർഭാനന്തര ശുചിത്വവും ഒക്കെ വളരെ പാലിച്ചിരുന്നു. ആയുർവേദമനുസരിച്ച് മുളപ്പിച്ച വിത്തുകൾ കഴിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ അറിയുമോ എന്ന് എനിക്കറിയില്ല, സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം പല ആയുർവേദ ഡോക്ടർമാരും മുളപ്പിച്ച് കഴിച്ചോളാൻ കുറിച്ചു കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, വിത്ത് മുളപ്പിക്കുമ്പോൾ അതിന്റെ മുള പൊട്ടുമ്പോൾ പ്രസവം പോലെ ഒട്ടേറെ അണുക്കങ്ങൾ അടുത്തേക്കെത്തും. നെല്ലും മറ്റും വിത്തിട്ട് മുളപ്പിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ പ്രാണിയുണ്ടാവും. അതിന്റെ അമിനോഅമ്ലങ്ങളെല്ലാം ഭക്ഷണത്തിലേക്ക് കലരും. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ മുളപ്പിച്ച വിത്തുകൾ കഴിക്കുന്ന കാലത്താണ്. ആരെങ്കിലും പറഞ്ഞാൽ അതൊരു അന്ധവിശ്വാസമാണെന്ന് വിചാരിച്ചാൽ തള്ളുകയാണ്. കാര്യകാരണങ്ങൾ പഠിക്കാറില്ല. 2, മുളപ്പിച്ച വിത്ത് ചെല്ലുമ്പോൾ വികാരം കൂടും. പശുവും മറ്റും കരഞ്ഞില്ലെങ്കിൽ കൊടുക്കുന്നത് ഈ മുളപ്പിച്ച വിത്തുകളാണ്, വൈറ്റമിൻ ഇ കൂടുന്നതിന് വേണ്ടി. രോഗനിലയിൽ മിതമായ ഒരു അളവിലെങ്കിലും ബ്രഹ്മചര്യം നിലനിർത്തിയാൽ മാത്രമേ പല രോഗങ്ങളെയും കടക്കാനാവൂ. അതിൽ മുളപ്പിച്ച വിത്തുകൾ സംഭ്രമജനകമാണ്. ഇതുപോലെ ഒരവസ്ഥയാണ് പ്രസവവും മറ്റും. അതിന്റെ ശുചിത്വം കേരളത്തിലെ അമ്മമാർ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തേക്ക് സ്ത്രീക്കൊരു മരുന്ന് കൊടുക്കുമായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഗ്രന്ഥങ്ങളിലൊന്നും ഉള്ള മരുന്നല്ല. ഗ്രന്ഥങ്ങളിലൊന്നും ഈ മരുന്ന് കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. വളരെ അപൂർവം ചില സ്ഥലത്ത് വേറെ പലതിനും പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഉള്ളൂ.
എന്നാൽ കേരളത്തിലുടനീളം പ്രചുരപ്രചാരത്തിലിരുന്ന ഒരു ഔഷധം വട്ടപ്പലം, തീട്ടപ്ലാവില, പെരിങ്ങലം, പെരുമരം, ഒരുവേരൻ, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരെണ്ണമുണ്ട്. സംസ്കൃതത്തിൽ മയൂരജംഘ എന്ന് പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഇലയ്ക്ക് മയിലിന്റെ വിടർന്നിരിക്കുന്ന ഇതിനോടൊരു ചെറിയ സാദൃശ്യമേതോ ഉള്ളത് കൊണ്ടായിരിക്കാം ആ പേര് വന്നിട്ടുള്ളത്. അതിന്റെ ഇല കുട്ടികളുടെ മലം എടുത്തു മാറ്റുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ്. വലിയ അണുനാശകങ്ങളിൽപ്പെട്ട ഒന്നാണ്. വടക്കൻ കേരളത്തിലെ വിഷഹാരികൾ മൂർഖൻ പാമ്പിന്റെ വിഷത്തിന് ഇതിന്റെ തളിരിലെ അരച്ച് പാലിൽ കൊടുക്കാറുണ്ട്. വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. അമ്മമാർ ഉപയോഗിച്ചതിന്റെ വേരാണ്. ഇതിന്റെ വേരരച്ച് പാലിൽ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്തത്. അവര് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നൊന്നും കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് അവരോട് ചെന്ന് ഇത് ഏത് അണുവിന്റെ ആണ് നിയന്ത്രിക്കുന്നത് എന്നൊന്നും ചോദിച്ചാൽ അറിയില്ല. ഒട്ടേറെ അണുക്കളെ നിയന്ത്രിക്കുന്നതാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ, HPV-യെ പർട്ടിക്കുലറായി നിയന്ത്രിക്കുന്നതാണ്, വിശേഷ വിധിയായി നിയന്ത്രിക്കുന്നത്. അരച്ച് അടയുണ്ടാക്കി കൊടുക്കുകയാണ് അവർ ചെയ്തത്. അരിയും കൂടെ ചേരുമ്പോഴാണ്, കാരണം പുളിപ്പിക്കുമ്പോൾ അരിയുടെ ഒരു അംശം ചേരുമ്പോൾ സ്റ്റാർച്ച്, അതിലുള്ള ചില ബാക്ടീരിയകൾ മറ്റണുക്കളോട് മുട്ടേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ചികിത്സയിൽ വെറും കഞ്ഞിവെള്ളം പുളിപ്പിച്ച് കട്ടിയാക്കി തലയിലും ദേഹത്തും തേച്ചാൽ ഏത് സോറിയാസിസും പോകും. എത്ര കൂടിയതാണെങ്കിലും പോകും, കുറെ നാള് വേണമെന്ന് മാത്രം. അതിലുപയോഗിക്കുന്ന ടെക്നോളജി ഒരണുവിനെ വേറൊരു അണു കൊണ്ട് നേരിടുക, അമിനോ അമ്ലങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നേരിടുകയാണ്. ആ അരിയും ചേർത്താണ് അവരരച്ചു കൊടുത്തിരുന്നത്. ക്യാൻസറിൽ ഇത് വളരെ ഫലപ്രദമാണ്, ഈ ഔഷധം. കീമോതെറാപ്പി കഴിഞ്ഞും റേഡിയോതെറാപ്പി കഴിഞ്ഞും വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് കഴിഞ്ഞെത്തിയ ആളുകളിൽ പരീക്ഷിച്ച് പൂർണ്ണ ഫലപ്രദമാണ്. പർട്ടിക്കുലർലി ആദ്യമായി പരീക്ഷിച്ചത് സർവിക്സ് ക്യാൻസറിലാണ്. 1, 2, 1 ഒട്ടേറെ പേരിൽ മാറിക്കിട്ടിയതാണ്. അതിലേറ്റവും മറക്കാനാകാത്ത ഒരു ഓർമ്മ ഒരു ഹെഡ് നഴ്സ് ബൈ നെയിം മിൽക്കാമ in Ernakulam. She was treated by a famous Indian oncologist, and he told her not to go to any treatment because your days are counted. You did not pay any money furthermore. And she was treated by this particular medicine, single medicine. After 15 days, asked her to go to the same doctor and take the reports. At first, he was not happy, but after the test he was happy. But the patient's mind was against him because of some heated arguments. So she came back and she was sent to another famous oncologist. I think she is living happily now. Am I right? Once a while, she will call Dr. Vishnu, and there is a keen contact with him. So a number of cases,
with this plant. Simple plant. After that, because of the persuasion from the other doctor, we give that medicine to all squamous cell carcinoma patients. Am I right? Almost all squamous cell carcinoma patients. The result was wonderful. ശരീരത്തിൽ എവിടെയായിരുന്നാലും സ്ക്വാമസ് സെൽ കാർസിനോമയാണോ ഈ മരുന്നൊന്ന് കൊടുത്തു നോക്കാൻ ഡോക്ടറാണ് ഞങ്ങളോട് ആദ്യം പറയുന്നത്. After that, we sent this medicine to an eminent scientist, Dr. Krishnaswamy Raja from America. There is a treatment relation between his father and us for some time. And once he came to an IAS house in Ernakulam. And for 8 to 10 hours we talked about so many things. Particularly, we searched for a research about nanotechnology and Ayurvedic medicines. ആയുർവേദ മരുന്നുകൾ എത്രത്തോളം സൂക്ഷ്മമാണ്. അങ്ങനെ ഒരു ചിന്തയ്ക്ക് കാരണം ഗവൺമെന്റ് ISROയുമായി ചേർന്ന് നാനോ മരുന്നുകൾ ഇറക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുവെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. ശാശ്വതോയം ആയുർവേദ എന്ന ആചാര്യൻ പറഞ്ഞിട്ടുള്ള നിലയ്ക്ക് ഇതെത്രത്തോളം വരാനിരിക്കുന്ന ശാസ്ത്ര ശാഖകളെ ഉല്ലംഘിക്കുന്നുവെന്ന് അറിയണമെന്നൊന്ന് തോന്നി. ഒരു വട്ടാണെന്ന് കൂട്ടിക്കോളൂ. ഭാവസ്വഭാവ നിത്യത, സ്വഭാവ സംസിദ്ധ ലക്ഷണത, അതിലെ ഭാവസ്വഭാവ നിത്യത്വം അതിസൂക്ഷ്മമാണെന്ന് തോന്നി. അവിടെ അദ്ദേഹവുമായി ആദ്യമായൊരു അഗ്രിമെന്റ് വെച്ചത് സാരസ്വതാരിഷ്ടം, ധനധനേനാദി തുടങ്ങിയ കഷായങ്ങള്, പിന്നെ വെറുതെ ഉണ്ടാക്കുന്ന ചില പഴയ നാടൻ കഷായങ്ങള്, ഇവയൊക്കെ എത്രത്തോളം നാനോ തലത്തിലാണ്. ക്ഷീരബല, ഇവയൊക്കെ മരുന്നുകൾ അദ്ദേഹത്തിൻ്റെയൊക്കെ കൊടുത്തു. കേരളത്തിലെ പ്രമുഖമായ നാനോസ്കോപ്പുള്ള സ്ഥാപനങ്ങളെയൊക്കെ ഞങ്ങൾ സമീപിച്ചിരുന്നു. ഒരു വട്ടാണെന്ന് പറഞ്ഞാണ് തിരിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെയാണ് വട്ടാണെന്ന് കൂട്ടിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹം മരുന്നുകൾ കൊണ്ടുപോയി നാനോ പരീക്ഷണം തന്നെ നടത്തി. അതിന്റെ റിപ്പോർട്ടുകളും അതിന്റെ ചിത്രങ്ങളും സഹിതം അയച്ചു. മുമ്പ് അത് ഞങ്ങൾ ധന്വന്തരി ആയുർവേദിക്സ് ആണെന്ന് തോന്നുന്നു നടത്തിയൊരു മീറ്റിംഗിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. കൈരളിയിലും പ്രദർശിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അത്ഭുതകരമായ റിസൾട്ടായിരുന്നു. 1 to 6 നാനോമീറ്റർ ഹൈറ്റുള്ള ഡിസ്കുകളായിരുന്നു, നാനോ കാർബൺ ട്യൂബ്സ് ആയിരുന്നില്ല സാരസ്വതാരിഷ്ടത്തിലും മറ്റും കിട്ടിയത്. സാരസ്വതാരിഷ്ടം ഞങ്ങളുണ്ടാക്കിയതല്ല, ഔഷധിയുടേതാണ് കൊടുത്തത്. ചാത്തൻ കമ്പനികൾ ഉണ്ടാക്കുന്ന ഔഷധങ്ങൾക്ക് പോലും ഒരു സൂക്ഷ്മതയുണ്ട് എന്നൊന്ന് മനസ്സിലാക്കാനിടയെ. എന്ന് തന്നെയുമല്ല, അത്
കൂടുതൽ ശക്തങ്ങളായ ചില അറിവുകളിലേക്ക് നയിക്കുകയും ചെയ്തു. ആയുർവേദ മരുന്നുകളിൽ ചൂർണങ്ങൾ ഒഴിച്ച് മിക്കവാറുമല്ല, ഗുളികകളും ഒഴിച്ച് മിക്കവാറുമല്ല, മിക്കവാറും നല്ല എല്ലാം, മിക്കവാറും എന്ന് പറയുകയാണെങ്കിൽ ചൂർണങ്ങളും ഗുളികകളും കൂടെ ഞാൻ ചേർക്കണം, അതെനിക്ക് തെറ്റിപ്പോയതാണ് ഭാഷയിൽ. എല്ലാം ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കും. അതുകൊണ്ട് ടോക്സിക്കോളജിക്ക്, പഥ്യത്തിന് അതീവ പ്രാധാന്യം ആചാര്യന്മാർ കൊടുത്തത് ഇതുകൊണ്ടാണെന്ന് ബോധ്യം. രോഗത്തെ താൽക്കാലികമായി പിടിച്ചു നിർത്തുകയല്ല ചെയ്യുന്നത്. മരുന്നൊന്ന് മാറിക്കൊടുത്താൽ